അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസനത്തിനെ പറ്റിയും അമ്മ മാതാവിനെ പറ്റിയും എനിക്ക് പറഞ്ഞു തന്നതും അമ്മയുടെ മഹത്വം അറിയിച്ചു തന്നതുമെല്ലാം മായ ചേച്ചിയാണ്. ചേച്ചി കഴിഞ്ഞ 2 വർഷമായിട്ട് പള്ളിയിൽ വരികയും അമ്മ മാതാവിൻ്റെ നല്ലൊരു ഡിവോട്ടിയും കൂടെയാണ്. ഞാൻ ചേച്ചി പറഞ്ഞറിഞ്ഞത് പ്രകാരം നവംബർ 2024 നവംബർ 22 ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരികയും ഉടമ്പടി എടുക്കുന്നതും ചെയ്യുന്നത്. എനിക്ക് പറയാൻ പോകുന്നത് അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഈ ഫെബ്രുവരി 22 ആകുമ്പോഴേ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കാനുള്ള സമയമാകുന്നുള്ളൂ. പക്ഷേ ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. ഒന്നാമതായി ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ന്യൂറോ ഇഷ്യൂസും ബാക്കി കുറച്ചേറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ ഈ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഹാളിൽ കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ചെസ്റ്റ് പെയിൻ വരാറുണ്ടായിരുന്നു. അത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെ എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റിന് ശേഷം ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളതായിട്ട്. സോ TMT ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തത് മുതൽ ഞാൻ അമ്മയ്ക്ക് ഉടമ്പടി തൈലം അമ്മയുടെ ദേഹത്തെ തേച്ച് നെഞ്ചത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ആൻജിയോഗ്രാമിന് കയറ്റി ഒരു 1 hourന് ശേഷം ഡോക്ടർ എന്നെയും എൻ്റെ ചേച്ചീനെയും ഡോക്ടറിൻ്റെ റൂമിനകത്ത് വിളിച്ചിട്ട്, അതായത് തിയേറ്ററിലല്ല, ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഹാർട്ടിനകത്തുള്ള ഇത് കാണിച്ചു തന്നു, അവരെന്താണ് ചെയ്തതെന്നുള്ളത്. അമ്മയുടെ അനുഗ്രഹവശാൽ ഡോക്ടർ സംശയിച്ച പോലെ യാതൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതും വെറും 30%. അത് ടാബ്ലറ്റിലൂടെ തന്നെ അത് ക്യൂർ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു, അത്രത്തോളം അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് പോവാതെ ആൻജിയോഗ്രാമിൽ തന്നെ അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്കില്ല എന്നുള്ളത് അറിയുകയും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്തത്. രണ്ടാമതായി ഞാൻ ഒരു IT എംപ്ലോയിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് UST ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് 2 years കഴിഞ്ഞു. സോ ഞാൻ പ്രോജക്റ്റിൽ നിന്ന് മാറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു.